ഫസ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ് ആണ്. അത് നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ അതിലെ ഓരോ പാർട്സിനെയും നമ്മൾ ഓരോ പേര് പറയും. അതാണ് പാർട്സ് ഓഫ് സ്പീച്ച്. അതായത് ഒരു സെൻറ്റൻസിൽ ഉൾപ്പെടുന്ന ഓരോ ഭാഗങ്ങളെയാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ചിൽ 7 കാര്യങ്ങളാണ് വരുന്നത്. ആദ്യത്തേതാണ് നൗൺ അഥവാ നാമം. നൗൺ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും സാധനങ്ങളെയോ വ്യക്തികളെയോ സ്ഥലങ്ങളെയോ ഒക്കെ പറയുന്ന പേരിനെയാണ് എന്ത് പറയുന്നത്? നൗൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ബേബി, റിയ, ഇന്ത്യ, കേരള, ബോക്സ്, ചെയർ എക്സെട്ര. അങ്ങനെ പേരുകളെയൊക്കെ എന്ത് പറയും? നമ്മൾ നൗൺ എന്ന് പറയും. സെക്കൻഡ് വൺ ആണ് എന്ത്? പ്രോനൗൺ. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന നൗൺസ് ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ ഈ നൗൺ എഴുതി എഗെയിൻ ഈ നൗൺ തന്നെ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് പ്രോനൗൺ. അതായത് ബേബി ഈസ് എ ടീച്ചർ. ബേബി എന്ന് പറയുന്നത് ഒരു ടീച്ചറാണ്. അപ്പോൾ എഗെയിൻ നമ്മൾ ബേബി ലീവ്സ് ഇൻ കേരള. എന്താണ്? ബേബി ജീവിക്കുന്നത് എവിടെയാണ്? കേരളയിലാണ്. അതിന് നമ്മൾ എന്താണ്? പേര് തന്നെ എഗെയിൻ റിപ്പീറ്റ് ചെയ്യാതെ പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഷീ ഈസ് ലീവ്സ് ഇൻ കേരള. എന്താണ്? അവൾ കേരളയിലാണ് ജീവിക്കുന്നത്. അങ്ങനെ പകരം യൂസ് ചെയ്യുന്ന ഈ നൗൺസിനെയൊക്കെ പകരം യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ്, അതായത് റിപ്പീറ്റേഷൻ ഒഴിവാക്കാനായിട്ട് നൗൺസിന് പകരം യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് പ്രോനൗൺ. അടുത്തത് അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒരു നൗണിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ്. അതായത് ഒരു വിശേഷണം എന്ന് പറയാം. അതായത് ഇപ്പോൾ റിയ ഈസ് എ ഗുഡ് സിംഗർ. എന്താണ്? റിയ നല്ലൊരു സിംഗറാണ്. അപ്പോൾ അവളെ എന്ത് പറഞ്ഞാൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഗുഡ് സിംഗർ. എന്താണ്? നല്ലൊരു സിംഗറാണ്. അല്ലെങ്കിൽ എന്താണ്? ഷീ ഈസ് എ കൈൻഡ് പേഴ്സൺ. അവളൊരു കരുണയുള്ള വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ്, എന്തെങ്കിലും സാധനങ്ങളെ ആയാലും വിശേഷിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വെർബ്. വെർബ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരവസ്ഥകളൊക്കെയാണ് വെർബ്. ഇതൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഓരോ വീഡിയോസ് നമുക്ക് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എടുത്താൽ മതി. അപ്പോൾ എക്സാമ്പിളായിട്ട് സിങ്, ഡാൻസ്, വോക്ക്, പിന്നെന്താണ് ക്യാൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് വേറെ സിമ്പിളായിട്ടുള്ളത് എന്താണ്? റണ്ണ്, സ്പീക്ക്, എന്താണ് അങ്ങനെ ഉള്ളതൊക്കെ എന്താണ്? വെർബാണ്. അഡ്വെർബ് എന്ന് പറഞ്ഞാൽ നേരത്തെ അഡ്ജക്റ്റീവ് നൗണിനെ വിശേഷിപ്പിക്കാൻ യൂസ് ചെയ്തതുപോലെ വെർബിനെ വിശേഷിപ്പിക്കുന്നതാണ് എന്ത്? അഡ്വെർബ്. ഫോർ എക്സാമ്പിൾ വോക്ക് സ്ലോവ്ലി. വോക്സ് എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ അഡ്വെർബായിട്ട് ചേർത്താക്കണേന് സ്ലോവ്ലി. സെക്കൻഡ് വൺ എന്താണ്? സിംഗിങ് ക്വയറ്റ്ലി. സിംഗിങ് എന്നുള്ള വെർബിൻ്റെ അഡ്വെർബായിട്ട് കൊടുത്താക്കുന്നത് ക്വയറ്റ്ലി. അടുത്തത് പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻറ്റൻസിൽ കാണുന്ന ഇൻ, ഓൺ, സിൻസ്, ഫോർ, അറ്റ് അങ്ങനെ തുടങ്ങിയ വാക്കുകളെയാണ് എന്ത് പറയുന്നത്? പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. കഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വേർഡ്സ് കണക്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന വേർഡ്സ്, അതായത് ആൻഡ്, ബട്ട്, ഓർ, സിൻസ് എക്സെട്ര തുടങ്ങിയവയാണ് എന്ത് പറയുന്നത്? കഞ്ചക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നൗൺ, പ്രോനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, ആഡ്വെർബ്, പ്രിപ്പോസിഷൻ, കഞ്ചക്ഷൻ ഇതൊക്കെയാണ് എന്ത്? പാർട്സ് ഓഫ് സ്പീച്ച്. സോ ഡീറ്റെയിൽ ആയിട്ട് ഓരോ വീഡിയോസും നെക്സ്റ്റ് നമുക്ക് ചെയ്യാം.